നമുക്ക് ഇങ്ങനൊരു സസ്പെൻഷന് കാരണമായിട്ടുള്ളൊരു കാര്യം അത് വളരെ ഇമ്മച്ചുവറായിട്ട് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് സാറ് നേരത്തെ പറഞ്ഞു ലോ ഗ്രാജുവേറ്റാണ്, അപ്പോൾ ലോ പഠിച്ച ഒരാൾ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലീഗൽ റെമഡി അല്ലെങ്കിൽ എന്താണോ ഏത് രീതിയിലാണോ നമ്മളത് പുട്ടപ്പ് ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം വേറെ രീതി ഉപയോഗിച്ചു അല്ലെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? സർവീസ് റൂളിന് വയലേഷൻ അല്ലേ, അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ് അല്ലേ? അല്ല പിന്നെ അപ്പം നമ്മുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് റൂളിൽ ഈ മിസ്കണ്ടക്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യമായിട്ട് വരുന്നുണ്ടല്ലേ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഇഷ്ടംപോലെ കോടതി വിധികളൊക്കെ ഉള്ളതാണ്. സർക്കാരിനെയോ സർക്കാർ നയത്തിനെയോ വിമർശിക്കരുത്. ഡോക്ടർ ജയതിലക് സർക്കാരല്ല. ഈ കത്ത് ഫിസിക്കലി പണ്ട് ജഗതി പറഞ്ഞ പോലെ ഈ കത്ത് ഈ കത്ത് വലിയ കാര്യമായിട്ട് ഉപദേശിച്ചൊരു സാധനമാണ്. നമ്മൾ ഈ പണി കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പുള്ളി എഴുതി വെച്ച പേരാണ്. അതെ, അങ്ങനെ സ്വന്തം പേര് എഴുതി. അപ്പോൾ 10 മാസമായില്ലേ? 10 നവംബറിലല്ലേ? എന്തൊക്കെ ചെയ്തു ഈ കാലഘട്ടത്തിൽ? ഈ സസ്പെൻഷൻ പീരീഡിലോ എന്ത് ചെയ്തില്ല എന്നറിയില്ല. കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിരുന്ന പലതും ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾ കണ്ടു, എഴുത്ത് ഒരു പുസ്തകത്തിൻ്റെ പണി അടങ്ങുന്നുണ്ട്. ആക്ച്വലി രണ്ടെണ്ണത്തിൻ്റെ പണി അടങ്ങുന്നുണ്ട്. ഒരെണ്ണം പാതിയിൽ വെച്ചിട്ട് ഇപ്പോൾ വിവരാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരെണ്ണം അത് കുറച്ചുകൂടെ ഒന്ന് സ്പീഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ ഫാമിലി റിലേറ്റഡ് കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിരുന്ന എന്നാൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വം ഉള്ള കാര്യങ്ങൾ കുറേ തീർക്കാൻ പറ്റിയ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വീട് പണി, അങ്ങനെ 100 കാര്യങ്ങൾ. സസ്പെൻഷൻ ഒരു നമ്മൾ ടൈം നമ്മുടേതല്ലേ. ഈ ടൈം ആണ് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മളൊക്കെ ഒന്നാലോചിച്ച ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു. ഇനി ഏതാനും പേടിപ്പിക്കണം. ഇനി നാളെ തട്ടിപ്പോ ഇന്ന് തട്ടിപ്പോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പം ഒരു വളരെ ഡിമിനിഷിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജീവിതം. നമ്മളിങ്ങനെ തീർന്ന് പോവാണ്. സമയം ഇങ്ങനെ ടിക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനൊരു സസ്പെൻഷന് കാരണമായിട്ടുള്ളൊരു കാര്യം അത് വളരെ ഇമ്മച്ചുവറായിട്ട് ചെയ്തു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് സാറ് നേരത്തെ പറഞ്ഞു ലോ ഗ്രാജുവേറ്റാണ്, അപ്പോൾ ലോ പഠിച്ച ഒരാൾ ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ലീഗൽ റെമഡി അല്ലെങ്കിൽ എന്താണോ ഏത് രീതിയിലാണോ നമ്മളത് പുട്ടപ്പ് ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം വേറെ രീതി ഉപയോഗിച്ചു അല്ലെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിൽ ബോധപൂർവം തന്നെയാണ്, മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡോക്ടർ ജയതിലക് ആയാലും ഗോപാലകൃഷ്ണനായാലും അത് മാതൃഭൂമി ചാനൽ ഇവർ പത്രമായിട്ട് ചേർന്നിട്ടുള്ള പ്ലാനിങ്ങോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ സംഭവത്തിന് ശേഷം സാധാരണഗതിയിൽ എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അതായിരുന്നെങ്കിൽ അവർക്കൊരു ചുക്കും ഇല്ലായിരുന്നു. ഇതിപ്പം ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവരെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചത്. സത്യമല്ലേ? അല്ലെങ്കിൽ എന്താ സാധാരണ അവർ എക്സ്പെക്ട് ചെയ്ത് എന്തായിരുന്നു? ഇങ്ങനെ ഒരു ഡിഫം ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. ഞാൻ എന്നിട്ട് പോയി കേസും കൊടുത്ത് ഡിഫമേഷൻ കേസ് കുറേ കാലം നടക്കും. ഓൾറെഡി അവർക്കെതിരെ ഡിഫമേഷൻ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ നമ്പർ എപ്പോഴും നടക്കാൻ പാടില്ലല്ലോ. വേർഡ്സ് ഒക്കെ ഇല്ലേ, മാടമ്പള്ളിയിലെ ചിത്തരോഗി, അത് മാത്രമല്ല സാറിനെതിരെ ആരെങ്കിലും അതേ വേർഡ് ഉപയോഗിച്ചാൽ ഞാൻ ഉരുകി പോകുന്നില്ല. ഇത് ഒരു സിനിമയിലുള്ളൊരു ഡയലോഗോ ഒരു അതായത് എന്താ കർഷകനാണ്, കളവ് ഇറക്കി, ഇതൊക്കെ ഇതെന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇത് വല്ല രാജഭരണം വല്ലതും ആണോ? ഇത് എനിക്ക് നൊന്താ ഞാൻ ദിസ് ഈസ് ആക്ച്വലി ടു മച്ച്. സർവീസ് റൂളിന് വയലേഷൻ അല്ലേ, അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റ് അല്ലേ? അല്ല പിന്നെ അപ്പം നമ്മുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് റൂളിൽ ഈ മിസ്കണ്ടക്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യമായിട്ട് വരുന്നുണ്ടല്ലേ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ ഇഷ്ടംപോലെ കോടതി വിധികളൊക്കെ ഉള്ളതാണ്. സർക്കാരിനെയോ സർക്കാർ നയത്തിനെയോ വിമർശിക്കരുത്. ഡോക്ടർ ജയതിലക് സർക്കാരല്ല. ഹീ ഈസ് ജസ്റ്റ് ആൻ ഓഫീസർ. IAS എന്ന് പറയുന്നത് ഒരു ക്ലബ്ബോ
ഇതൊന്നുമല്ല. അതിനകത്ത് എല്ലാവരും വിമർശിക്കരുതെന്നല്ല, ആരാണ് വിമർശിക്കുന്നത്? സാർ ഇപ്പോൾ IAS ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയിരിക്കെ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വേറൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിന് പകരം ഇതെടുത്തു. അതെൻ്റെ ചോയ്സ് അല്ലേ, അതിൻ്റെ ചോയ്സ്. സി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഭരണഘടന സസ്പെൻഡ് ചെയ്തിട്ട് എമർജൻസി ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ എമർജൻസി ഉണ്ടോ? ഇല്ലല്ലോ, ഭരണഘടന ഉണ്ടല്ലോ. അപ്പോൾ 19(1) ഉണ്ട് അവിടെ. 19(1) പ്രകാരം എനിക്ക് സംസാരിക്കാൻ ഐ ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്, ഐ ഹാവ് ദ റൈറ്റ് ടു ഒഫൻഡ് ഓൾസോ. എനിക്ക് ഒഫൻഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഒഫൻഡ് ചെയ്യാതെ സുഖിപ്പിച്ച് സംസാരിക്കണം എന്നാണോ ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ. ഇതൊരു ഐഡിയലായിട്ട് തോന്നുന്നുണ്ടോ ഇനി അടുത്ത് വരുന്ന സിവിൽ സർവീസ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ് സർവീസിലുള്ള ഓഫീസേഴ്സിനും ഇങ്ങനെയുള്ള ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു മീഡിയ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ രീതികളൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു മോഡലായിട്ടാണോ സാർ? തീർച്ചയായിട്ടും തുറന്ന് പറയണം, ഗട്ട്സോടെ സംസാരിക്കണം. ഇതൊന്നും ഭയപ്പെട്ട് ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിലും വിളിച്ച് പറയണമെന്നേ. ഇത് എല്ലാം പൂട്ടിക്കെട്ടണമെന്നും രഹസ്യമായിട്ടിരിക്കണമെന്നും ഇത് അന്നത്തെ ചീഫ് സെക്രട്ടറിയും പല ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞത് ഇത് നമ്മൾ അകത്ത് ഒതുക്കി തീർക്കണമായിരുന്നു. അല്ല, ഇതേ ഒരു സഹിഷ്ണുത സാറിന് ബാക്കിയുള്ളവരോടുണ്ട്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ സാർ ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പം മേഴ്സിക്കുട്ടിയമ്മ ഇട്ട പോസ്റ്റിനെതിരെ ഹു ഇസ് ദാറ്റ് എന്ന് ചോദിച്ചു. ഷീസ് എ വെൽ നോൺ പൊളിറ്റീഷ്യൻ. നോക്കൂ, ഈ സിവിൽ സർവീസിൽ കേൾക്കൂ, സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഞാനും ജയതിലകൻ തമ്മിലുള്ള ഡോക്ടർ ജയതിലകൻ തമ്മിലുള്ള വിഷയത്തിൻ്റെ താഴെ ആരോ വന്നിട്ട് കമൻറ്റ് ചെയ്യാണ്, മേഴ്സിക്കുട്ടി അമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഹൂഷി? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഹൂഷി? എൻ്റെ സർവീസ് മാറ്ററിൽ എൻ്റെ സർവീസ് അഭിപ്രായം പറയാലോ. സാറ് പറഞ്ഞ അതേ ലോ അവർക്കുണ്ടല്ലോ. എനിക്കും തിരിച്ചഭിപ്രായം പറയാമല്ലോ. പറഞ്ഞ രീതിയാണ് അവരെന്താ പറഞ്ഞത്? അല്ല അവരെന്താ പറഞ്ഞത്? അല്ല അവരെന്താ പറയൂ, അവരെന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? അല്ല എൻ്റെ വാക്കുകൾ ഇത്ര ഓർക്കുന്ന സ്ഥിതിക്ക് അതും ഓർക്കണം. വിമർശനമൊന്നുമല്ല, അവരെന്താ പറഞ്ഞത് ആക്ച്വലി. ഞാനും ഡോക്ടർ ജയതിലേക്ക് ഒരു ഫോർജറി നടത്തി. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വാട്സാപ്പ് ഫെയിം ഗോപാലകൃഷ്ണൻ ഒരു ഫേക്കായിട്ട് 2 ഡോക്യുമെൻ്റ് കൊടുത്ത് അത് അപ്ലോഡ് ചെയ്ത് പിന്നീടത്തെ ഡേറ്റൊക്കെ വെച്ച് ഇതുപോലെ കുത്തിത്തിരിപ്പ് പരിപാടി ചെയ്യാൻ ധൈര്യപ്പെട്ട് ഇതെല്ലാം ചെയ്തത് കൈയോടെ പൊക്കി ഞാൻ പുറത്തിട്ടു. അപ്പോൾ ആ വിഷയത്തിൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഹൂവർ ഇറ്റ് ഈസ് വന്നിട്ട് ചുമ്മാ ഒരു കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ കോണ്ടെക്സ്റ്റിൽ ആര് വന്നവിടെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, ആരാ ഈ കോണ്ടെക്സ്റ്റിൽ ആരാ? എൻ്റെ അറിവിൽ അവർ ചീഫ് സെക്രട്ടറി ഒന്നുമല്ല. എൻ്റെ അറിവിൽ അവരിപ്പം യാതൊരു പദവിയും പറയാന്നേ അതുകൊണ്ടല്ലേ അവിടെ കമൻറ്റ് വരുന്നത്. എത്രയോ പേര് കമൻ്റ് അടിക്കില്ലേ. അപ്പോൾ എന്നെ അങ്ങനെ കണ്ടാൽ പോരെ? എനിക്ക് പാലുണ്ടോ? നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു അടിമത്തം ഉണ്ട്. ആ അടിമത്തം പറയുന്നത് എന്താണെന്നറിയാം? രാഷ്ട്രീയമായിട്ടുള്ള പവറുണ്ടെങ്കിൽ, അധികാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും അധികാര സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രിവിലേജ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയുള്ള പ്രിവിലേജ് ഉള്ള ആൾക്കാരെ നമ്മൾ തൊഴുത് പിടിച്ചോണം എപ്പോഴും. വിധേയത്വം എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ രീതിയാണ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി പറയണം ശരിക്കും. അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലാരിറ്റി ഉണ്ടായിരുന്നേ. അവരെന്താ പറഞ്ഞതെന്ന് ശരിക്കും ഒന്ന് ഈ നമ്മളിതിൻ്റെ ഇൻ ദ പ്രോസസ് ഓഫ് ദിസ് ഇൻ്റർവ്യൂ അത് തപ്പിയെടുത്തൊന്ന് പറയാമോ? ഒന്ന് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. അതായത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ശ്രീ പ്രശാന്ത് IAS രമേശ് ചെന്നിത്തലയുമായി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആഴക്കടൽ വിൽപ്പന എന്ന തിരക്കഥ. ഒന്ന്. രണ്ടാമത്തത് രമേശ് ചെന്നിത്തലയ്ക്കും UDFനും വേണ്ടി വിടുപണി ചെയ്ത പ്രശാന്ത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം ഏതാണ് മാന്യമായ ഭാഷ? ഹൂ ഇസ് ഷീ എന്ന് ഞാൻ ചോദിച്ചാണോ ഇതാണോ? ഏതാണ് കൂടുതൽ മാന്യതയായിട്ട് തോന്നുന്നത്? പൊളിറ്റിക്കൽ അലിഗേഷനാണ്. ഞാൻ പൊളിറ്റീഷ്യനാണോ? അല്ല, പക്ഷേ പൊളിറ്റീഷ്യൻസുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. ദിസ് ഇസ് ദ പോയിന്റ്. മാന്യമായിട്ടുള്ളൊരു ഭാഷയിൽ മാന്യമായിട്ട് സംവേദിക്കാം. വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അവനവൻ്റെ കുറവുകളോ അവനവൻ്റെ തെറ്റുകളോ മറച്ചു വയ്ക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുടെ പുറത്ത് കുതിര കയറുന്നതൊന്നും സത്യം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിഗ്നിഫൈഡ്. അത്രയും ഞാൻ പറയാനുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഇത് പറയട്ടെ. ഇത് വിവരാവകാശ പ്രകാരമുള്ള രേഖയാണ്. ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് 2020 അസെൻറ്റിൽ
കേരള സർക്കാർ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റാണ്. അവിടെ വെച്ച് EMCC ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ മഹത്തായ സ്ഥാപനവുമായിട്ട് സർക്കാർ വല്ല എഗ്രിമെൻറ്റും ഒപ്പിട്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ വളരെ പച്ചക്കായിട്ട് എഴുതിയിട്ടുണ്ട്. ധാരണാപത്രം ഒപ്പുവെച്ചു. അത് അവിടെ നിക്ഷേപ സംഗമത്തിന് വന്ന് എല്ലാവരുമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ്? എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഓണപ്പ് ചെയ്യുന്നില്ല? ഇവർ പറയുന്നത് ഇത് ഒപ്പിട്ടിട്ടില്ല എന്നാണ്. ഇവരിങ്ങനെ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സംഗമത്തിന് വന്ന പാർട്ടികൾ ആയിട്ട് ഈ ഒപ്പുവെച്ചാലല്ലേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെ, ഇവർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചില്ലേ? ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ദാറ്റ് ഈസ് ദ പോയിന്റ്. എൻ്റെ ഹമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അതാണ്. എന്തിനാണ് മറയ്ക്കുന്നത്? എന്തിനാണ് മടിക്കുന്നത്? എന്തിനാണ് ലജ്ജിക്കുന്നത്? ചെയ്ത പ്രവൃത്തികൾ ആർജവത്തോടെ പറയണം. അതാണ് ലീഡർഷിപ്പ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നു. ഈ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ KSIDC പള്ളിപ്പുറത്ത് ഭൂമി കൊടുത്തു. ഈ EMCC എന്ന് പറഞ്ഞ കമ്പനിക്ക് ഭൂമി പതിച്ചു കൊടുത്തു. അവർക്ക് അവിടെ പ്രോസസ്സിങ് യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി. അതും വിവരാവകാശത്തിൽ പറയുന്നുണ്ട്. എല്ലാവിധ സഹായം കൊടുക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ആവശ്യമെങ്കിൽ മതിയായ അടിസ്ഥാന സൗകര്യം, വികസനം, പിന്തുണ, സമയബന്ധിതമായ അനുമതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങൾ, നിയമങ്ങൾ, ബളബളബള എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോപ്പികളും വിവരാവകാശത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് EMCC ആയിട്ടുള്ള എഗ്രിമെൻറ്റ് ഞാനാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അല്ല, ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അന്നത്തെ ഡയറക്ടറാണ് KSIDC. അത് ഞാൻ ചോദിക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും ആരാണ് ആ ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്നത്? അയാൾക്ക് നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലയല്ലേ ഈ നിക്ഷേപ സംഗമത്തിൽ വന്ന പാർട്ടീസുമായി MOU ഒപ്പുവെക്കുക എന്നുള്ളതിൽ? ഇല്ലാന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ല, ഇത് നിങ്ങൾ സ്റ്റോറി മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ഒരു സാധനം എഗ്രിമെൻ്റ് വെച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തലത്തിൽ കുറേ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു. ഇതിന് മുന്നോടിയായിട്ട് തന്നെ 19 മെഴ്സിക്കുട്ടിയമ്മയായിട്ട് മിനിസ്റ്ററുമായിട്ട്, അന്നത്തെ മിനിസ്റ്ററുമായിട്ട് ഈ EMCCക്കാർ ന്യൂയോർക്കിൽ വെച്ച് മീറ്റിംഗ് നടത്തിയതിൻ്റെ രേഖകളും ഉണ്ടല്ലോ. അതിനുശേഷം അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജ്യോതിലാൽ സാറുമായിട്ട് മീറ്റിംഗ് നടത്തിയതിൻ്റെയും രേഖകളുണ്ട്. അതിനുശേഷം വളരെ സുചിന്തിതമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള ഈ എഗ്രിമെൻ്റ്. ഈ MOU പ്രകാരം കുറേ കാര്യങ്ങൾ നടന്നു പോവാണ്. അതിൻ്റെ കീഴിൽ 13 സ്ഥാപനങ്ങളുമായിട്ട് ഉപകരാറുകൾ വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട ഒരെണ്ണമാണ് KSINC എന്ന് പറയുന്ന കൊച്ചിയിലുള്ള കപ്പലുണ്ടാക്കുന്ന ഒരു കൊച്ചു കമ്പനി. ആ കൊച്ചു കമ്പനിയുടെ MD ആയിരുന്നു ഞാൻ. അപ്പോൾ അതായത് ഞാൻ ഒരു അശോക് ലേലാൻഡോ ടാറ്റയോ വല്ലോ ബസ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു. ബസ് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ബസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് പറയുകയാണ്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഉണ്ടോ, പെർമിറ്റ് ഉണ്ടോ, ഇതൊന്നും ചോദിക്കും. ഞാൻ ബസ് ഉണ്ടാക്കി കൊടുക്കും. ദാറ്റ് ഈസ് അവർ ജോബ്. അപ്പോൾ KSINC എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത് വലിയ പ്രോജക്റ്റാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ്. ഇവർ ഈ രേഖകളൊക്കെ ഹാജരാക്കി ഞങ്ങൾ KSIDC ആയിട്ട് അവരും പറഞ്ഞു വലിയ സംഭവമാണ്, ആനയാണ് ചേനയാണ്, ഇവർ വിദേശത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരും, മിനിസ്റ്റർ ലെവലിലൊക്കെ ചർച്ചയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഗംഭീര പ്രോജക്റ്റാണെന്നും പറഞ്ഞാണ് വരുന്നത്. നമുക്കറിയില്ല, ഇവർ പരിശോധിച്ചിട്ടാണല്ലോ, നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ കപ്പലുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കപ്പലുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോജക്റ്റാണ്. ഞങ്ങളെ കൈ നനയുന്നില്ല, ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നു, ഞങ്ങൾക്ക് അതിനുള്ള ഫുൾ കപ്പാസിറ്റി പോലും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഇന്ത്യയിലുള്ള മറ്റ് യാർഡുകളുമായിട്ടും കൂടെ ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്നേ. കാരണം ഇത് അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു KSINC എന്ന് പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനം രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത് വന്നു. ഇത് ഒരു വലിയ എമൗണ്ടുമാണ്, നല്ല എത്രയോ 1000 കോടിയുടെയൊക്കെ അല്ലേ. അപ്പോൾ വി ആർ ഗെറ്റിംഗ് എ ബിഗ് ഡീൽ. ഇപ്പോൾ സന്തോഷത്തോടെ നമ്മൾ പ്രസ് റിലീസ് കൊടുക്കുന്നു. PRD വഴിയാണ് കൊടുത്തിരിക്കുന്നത്, സർക്കാർ തലത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ഇത് കൺസേൺ മിനിസ്റ്ററുടെ ഓഫീസ് എല്ലാവരും ഇൻവോൾവാണ്, നമ്മളെല്ലാവരും അറിയിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇതിലൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഒപ്പിടണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. PRD വഴി ഇത് പുറത്തൊക്കെ വന്ന് വലിയ സന്തോഷത്തോടെ 2 ദിവസം വലിയ സന്തോഷമായിരുന്നു എല്ലാവർക്കും. പക്ഷെ അത് കഴിഞ്ഞപ്പം ഈ തീരദേശത്ത് ഇത്രയും വലിയ ഒരു നിക്ഷേപവും ഇത്ര വലിയൊരു സംഭവമൊക്കെ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പലത് വരാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും പക്ഷേ നമ്മുടെ അറിവിലുള്ളതൊന്നുമല്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, കപ്പലുണ്ടാക്കുക എന്നല്ല, നമുക്ക് വേറെ ഇതിനകത്ത് ഒരു റോളും ഇല്ല. ആ സമയത്താണ് ഈ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പം നൈസായിട്ട് ഈ പറഞ്ഞ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ബോധം. നിങ്ങൾ പഴയ പത്ര കട്ടിങ് എടുത്ത് നോക്കിയാൽ മതി, എന്ന് വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ആരെന്ത് പറഞ്ഞു എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നും
റെക്കോർഡ്. ഇത്രയും ചർച്ച നടന്ന ഒരു സാധനം അവർക്ക് അല്ലെങ്കിൽ തന്നെ അത് ഓൺ അപ്പ് ചെയ്തുവിടില്ല മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ സമയം ഇലക്ഷനിലോട്ട് പോവായിരുന്നു. ഇലക്ഷനിലോട്ട് പോകുമ്പം പല കാര്യങ്ങളും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ അത് അത്ര നല്ല ഇതൊന്നുമല്ല. യു ഷുഡ് ബി ഓണസ്റ്റ്. സത്യസന്ധത വേണം, ആർജവം വേണം. നമ്മൾ ചെയ്തത് ചെയ്തു എന്ന് തന്നെ പറയണം, അല്ലാതെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. MOU സൈൻ ചെയ്തു, ഒരു ധാരണാപത്രം സൈൻ ചെയ്തു, പക്ഷേ സബ്സിക്വൻ്റ് ആയിട്ടൊരു പ്രോപ്പർ എഗ്രിമെൻറ്റോ ഇതിൻ്റെ ബാക്കി എക്സിക്യൂഷനിലേക്കുള്ള ഒരു ലെവലിലേക്കൊക്കെ നടക്കാത്തത് കൊണ്ട് തന്നെ പള്ളിപ്പുറത്ത് ലാൻഡ് കൊടുത്തു എന്ന് മാത്രമല്ല ഞങ്ങളും ഒരു MOU ആണ് സൈൻ ചെയ്തത്. MOU ചെയ്തിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അല്ലാതെ MOUനും അതിനപ്പുറം വേറൊരു എഗ്രിമെൻ്റ് ഒന്നുമില്ല പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്. വെച്ചാൽ ഒരു സംഭവത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മെയിൻ എഗ്രിമെൻറ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ആ സമയത്ത് പറഞ്ഞ ആരൊക്കെ കള്ളം പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും എടുത്ത് കാണാം. ഞാനത് അന്ന് അല്ല, നിങ്ങളിത് മുഴുവൻ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് ആരൊക്കെ എന്തൊക്കെ കള്ളം പറഞ്ഞു. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. കള്ളം പറയുന്നുണ്ടോ സത്യം പറയുന്നുണ്ടോ, ഫാക്ട്സ് ആണോ ഇതാണോ, അത്ര നോക്കിയാൽ മതി. വേറെ കോംപ്ലിക്കേഷനൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ എത്ര പേര് എത്ര കള്ളം പറഞ്ഞു എന്ന് നോക്കുക. അന്ന് ഇലക്ഷനിലോട്ട് പോകുന്നൊരു സമയമായതുകൊണ്ട് ഞാൻ വളരെ മാന്യത കാണിച്ചിട്ടാണ് മിണ്ടാതെ ഇരുന്നത്. കമാന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ല. ഈ വിഷയം ഈ വിവാദമായിട്ട് ഇന്നേ വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അത് വിട്ടു. ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. അവരുടെയൊക്കെ കഞ്ഞികൂടിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരെയും ബോധിപ്പിക്കേണ്ടയോ വോട്ടോ ഒന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ ജോലി ചെയ്ത് പോയാൽ മതി. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ സീനിയർ പല ഉദ്യോഗസ്ഥരും പറയാറുണ്ട്, പൊളിറ്റിക്സിൽ ജീവിക്കുന്നത് കുറച്ച് പാടാണ്, അവർക്ക് സ്ട്രഗിളുണ്ട്. അപ്പോൾ അവർക്ക് ചിലരെ ബോധ്യപ്പെടുത്തണം, ചിലരെ ഇതാക്കണം. അപ്പം ചില കള്ളമൊക്കെ പറയും. ഉദാഹരണത്തിന് നമ്മൾ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇരിക്കുന്ന സമയത്തും അന്ന് ഈ ടവറൊക്കെ വെക്കുന്ന സമയം. ഇപ്പോൾ ടവർ വയ്ക്കുമ്പോൾ വിവാദവും പ്രശ്നമൊക്കെ വരും. അപ്പോൾ ടവർ വയ്ക്കുമ്പോൾ അവിടെ നിന്ന് സ്ഥലത്തെ MLA MP ഒക്കെ നമ്മൾ വിളിച്ചിട്ട് പറയും, കളക്ടറെ കമ്മിറ്റിയിൽ അത് വരുമ്പോൾ അത് ഒരിക്കലും സമ്മതിക്കരുത്, പ്രശ്നമാണ്, മറ്റാണ്, അവിടെ റേഡിയേഷനാണ്, നമ്മുടെ നാട്ടുകാരാണ്, ഇതൊക്കെ പറയും. ആ നാട്ടുകാർ ആ പരാതി പറഞ്ഞവർ പോയി കഴിയുമ്പോൾ ഇതേ ആൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിച്ചിട്ട്, കളക്ടറെ അത് അവരിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ, അത് കാര്യമാക്കണ്ട, ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയാറുണ്ടെന്നല്ല പറഞ്ഞ ആൾക്കാരുണ്ട്. നമ്മൾ പേരൊന്നും പറയാനില്ല. ദാറ്റ് ഈസ് ഹൗ ദേ ഹാവ് ടു ലൈക്ക്. ആൾക്കാരെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പറ്റിക്കുകയാണ്. പക്ഷേ നല്ല ഇൻറ്റൻഷനിൽ തന്നെ തുടങ്ങി വിവാദമായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ പറഞ്ഞ ഇലക്ഷൻ ആയിരിക്കാം. പക്ഷേ എനിക്കറിയില്ല കേട്ടോ, പൂർണ്ണമായിട്ടും ഞാൻ പ്രോജക്റ്റ് എൻഡോഴ്സ് ചെയ്യത്തുമില്ല. എനിക്കറിയില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച നടത്തണമെന്ന്. ചർച്ച നടത്തിയിട്ട് വേണം, അവരെയും കോൺഫിഡൻസിൽ എടുക്കണം. ഒറ്റ നോട്ടത്തിൽ ആ പ്രോജക്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫണ്ട്സ് കൊണ്ടുവരും, അങ്ങനെയൊക്കെയാണ്. അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, പക്ഷേ അവർ ഈ പ്രോജക്റ്റ് വെച്ചിട്ട്, കാരണം ഈ പൈസ ഇല്ലാന്ന് EMCC കടലാസ് കമ്പനിയാണോ അത് അറിയില്ല. ഇതൊക്കെ സർക്കാർ പരിശോധിച്ചിട്ടല്ലേ എഗ്രിമെൻ്റ് ഒപ്പിട്ടത്, നമ്മളല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് പൈസ കിട്ടിയെങ്കിലേ നമ്മൾ കപ്പലുണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗവേഷണമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിൽപ്പന എന്ന് പറയുന്നിട്ട് അങ്ങനെ ഒരു സംഭവം അല്ല, ആഴക്കടൽ വിൽപ്പന. അതാണ് എനിക്കറിയാത്തത്. ഞങ്ങൾ ഇപ്പോൾ ഒരു കപ്പൽ ഉണ്ടാക്കി വിൽക്കുമ്പോഴേക്ക് ആഴക്കടൽ വിൽപ്പന എന്ന് പറയും. പ്രിസൈസ്ലി ദ പോയിന്റ്. ഈ മെയിൻ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പോട്ടെ, ഞാൻ അത് ശ്രമിച്ചു. നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അവരുടെ കഞ്ഞികൂടിയാണ്, ജീവിതമാണ്, പോട്ടെ. അത് കഴിഞ്ഞ് ഇതാണ് എന്തോ വലിയ സംഭവം. ഏത് കപ്പലുണ്ടാക്കിയ ഈ എഗ്രിമെൻ്റ് വെച്ചിട്ട് കപ്പലുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പെർമിറ്റ് ഇല്ലെങ്കിൽ അവൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഓടിക്കത്തല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. നമ്മളുടെ ബിസിനസ്സാണ് പോയത്, KSNCയുടെ ബിസിനസ്സാണ് പോയത്. AGയുടെ റിപ്പോർട്ടുണ്ട്. AG ഓഡിറ്റിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ബിസിനസ് നഷ്ടപ്പെടുത്തി എന്നാണ് AG ഓഡിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയും KPS രാധാകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസ് ഉണ്ട് ആക്ച്വലി, ഓൺ റെക്കോർഡ്, ഓൺ ഫയൽ. അതിനകത്തും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്, ഡിറ്റോ ആണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഞാൻ വിളിച്ചു പറയാനോ ഇത് ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോകാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, കാരണം നമ്മളിത് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. മാന്യമായിട്ട് നമ്മളെ പണി നോക്കി പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർവീസ് മാറ്റർ ശുദ്ധമായ സർവീസ് മാറ്ററാണ്. ഡോക്ടർ ജയതിലകം വ്യാജമായിട്ട് 2 റെക്കോർഡ് ഗോപാലകൃഷ്ണൻ വഴി ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്ത്, ഇത് ഞാൻ വേറൊരു വിവരാവകാശം കാണിച്ചു തരാം. ഇത് നോക്കൂ,
2 കത്തുകൾ 7/6/24 3/7/24 ഉള്ള 2 കത്തുകൾ ഗോപാലകൃഷ്ണൻ ഒപ്പിട്ടിട്ട് ജയതിലകന് കൊടുത്തതായിട്ടും ഫയലിൽ കാണാം. ഇതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം എനിക്കെതിരെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. എന്നിട്ടത് മാതൃഭൂമിക്ക് കൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തെ അന്വേഷിക്കാൻ ആരും ഏൽപ്പിച്ചിട്ട് പോലുമില്ല. ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ വേണ്ടി ACSന് സ്വന്തം നിലയ്ക്കുള്ള പ്രൊവിഷനൊന്നും ഇല്ല. അവിടെ കേട്ടെ. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റും വ്യാജമായിട്ട് അപ്ലോഡ് ചെയ്തതെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു കടലാസ് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ചട്ടമുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവലിൽ ചാപ്റ്റർ 4 പ്രകാരം അതെങ്ങനെയാണ് തപാലിലേക്ക് എടുക്കേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരാണ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് ഫോളോ ചെയ്ത്, ഇതെല്ലാം വേണം. അപ്പോൾ ഞാനിത് വിവരാവകാശത്തിൽ സിമ്പിളായിട്ട് ചോദിച്ചു, ഈ കത്ത് എവിടെ? അപ്പോൾ ഈ കത്ത് ഫിസിക്കലി, പണ്ട് ജഗതി പറഞ്ഞ പോലെ, ഈ കത്ത് ഈ കത്ത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഈ കത്ത് നോക്കുമ്പോൾ ഫിസിക്കലി അങ്ങനെ ഒരു കത്ത് വന്നിട്ടേ ഇല്ല എന്ന് RTIയിൽ വരെ ജസ്റ്റ് വായിച്ചു നോക്കുമോ. അതായത് ഗോപാലകൃഷ്ണൻ ഒരു കത്തെ അയച്ചിട്ടില്ല, ഇല്ലാത്ത കത്തിനാണ് റിപ്പോർട്ട് തരുന്നത്. ആ കത്തിന് പുള്ളി അയച്ചിരിക്കുന്ന ലെറ്റർ ഹെഡ് ഇല്ല. ഓഫീസ് ഒരു കത്തിന് നമ്പർ ഉണ്ടാവില്ലേ? ഇത് നമ്പർ വളരെ ഇമ്പോർട്ടൻറ്റ്. സർക്കാരില്ല, ഫയൽ നമ്പറില്ല, ഒന്നുമില്ല. അങ്ങനെ 2 കത്ത് ഒരു ദിവസം തന്നെ കാണുമ്പോൾ അറിയാം. ജയതിലക് സാറിൻ്റെ റൂമിൽ തന്നെ ഇരുന്ന് എഴുതി അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് അടിച്ചിട്ട്, ഇത് ഇവർക്ക് ദൈവം സഹായിച്ച് ടെക്നോളജി വലിയ വശമില്ലാത്തതുകൊണ്ട് ഇത് എവിടെ നിന്ന് അപ്ലോഡ് ചെയ്തതെന്ന് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ മെറ്റാ ഡാറ്റയിൽ കാണാം. നോക്കുമ്പോൾ ഉണ്ട് ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇത് കത്ത് ഈ 2 അല്ല. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നു, എന്നിട്ടത് പുറത്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ RTI വഴി കൊടുത്തു. അതിലെനിക്ക് വലിയ റെലവൻസ് തോന്നുന്നില്ല. റെലവൻസ് ഉണ്ട്. എന്താണെന്നറിയോ, ഒരു RTIയിലെ റൂളാണ്, അതിനകത്തുള്ള നിയമമാണ്. ഒരു എൻക്വയറി ആണെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി കൺക്ലൂഡ് ചെയ്യുന്നവരെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടല്ലേ ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാത്തത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്ക് ബാധകമല്ലാതിരുന്നത്? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സെറ്റിട്ടതാണ്. ഇത് മനഃപൂർവ്വം ഇവനെ നാറ്റിച്ച് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അതിന് വേറെ കാരണമുണ്ട്. അതിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് SC/ST വകുപ്പിൻ്റെ അധിക ചുമതല വീണ്ടും അടിച്ചു വന്നു. അന്നേരം പേടിച്ചിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അവിടുത്തെ ഫയലുകൾ നന്നായിട്ട് അറിയാം. ഞാൻ അവിടുന്ന് മാറുന്ന സമയത്തും എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തെറ്റിയിട്ട് മാറിയതെന്നും ഡോക്ടർ ജയതിലകിന് നന്നായിട്ട് അറിയാം. അന്നത്തെ ചീഫ് സെക്രട്ടറി വേണു സാറിനും അറിയാം. ഞാൻ അവിടെ നിന്ന് വളരെ മാന്യമായിട്ടാണ് മാറിപ്പോയത്. ഞാൻ പറഞ്ഞു എന്നെ മാറ്റിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവിടുത്തെ സിസ്റ്റം നന്നാക്കി കളയാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ സാർ ഇലക്ഷനിലേക്ക് പോയല്ലോ അന്ന്. അപ്പോൾ രാധാകൃഷ്ണൻ സാറും പോകുന്ന സ്ഥിതിക്ക് ടീം മാറുന്നു. ആ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു ഞാനും വന്നാൽ പിന്നെ അങ്ങ് മാറിയേക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട്ടതാണ്. അല്ലാതെ ഇദ്ദേഹത്തിനെ തിരുത്തി ഞാൻ നന്നാക്കാനൊന്നും ഞാൻ വാശിയൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഫയൽ എഴുതാനുള്ളത് എഴുതിയിട്ടുണ്ട്. ഫയലുകളിൽ കോടിക്കണക്കിന് രൂപയുടെ തെറ്റായ രീതിയിലുള്ള വിനിയോഗത്തെ എതിർത്ത് ഞാൻ ഫയലിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇതിനൊരു നമുക്ക് അല്ലെങ്കിൽ പിന്നെ നിയമം എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അക്രഡിറ്റഡ് ഏജൻസി ഏതാണെന്നും എങ്ങനെയാണ് ടെൻഡറിങ് നടപടി നടത്തേണ്ടതെന്നും ട്രെയിനിങ് ഒരു വലിയ ഇതാണ്. ഇപ്പം ഉദാഹരണത്തിന് ഞങ്ങൾ ഏവിയേഷന് വേണ്ടി ട്രെയിനിങ് നടത്തിയിട്ട് കുറേ കുട്ടികൾ ഇന്നിപ്പം ഇടയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ബാംഗ്ലൂർ അതിർവഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ ആ ട്രെയിനിങ്ങിൽ ജോലി കിട്ടിയ കുട്ടികളവിടെ ഓടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്കൊരു ഭയങ്കര ഫീൽ ഗുഡാണ്. ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫുണ്ട്, എയർ ഹോസ്റ്റസ് ഉൾപ്പെടെയുണ്ട്. ഒരു കുട്ടി ഗോപിക, ആ കുട്ടി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജോലി കിട്ടി. അപ്പോൾ പലരും പറഞ്ഞു ST വകുപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യത്തെ കുട്ടിയാണ്. ആദ്യത്തെ അല്ല, ടെക്നിക്കലി വളരെ മുമ്പൊരു ലേഡി ഉണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനത്തെ മാറ്റങ്ങളെല്ലാം വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മാറുന്ന സമയത്ത് ഒരു അനധികൃതം എന്ന് ഞാൻ പറയും. അതായത് അക്രഡിറ്റേഷൻ ഇല്ലാത്ത, IATA സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഏജൻസിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനൊരു പ്രപ്പോസൽ വിത്തൗട്ട് ടെൻഡർ, ഒരു ടെൻഡറും ഇല്ല, ഒന്നുമില്ലാതെ ഞാനത് ഒപ്പിട്ട് കൊടുക്കണോ? ഞാൻ അത് ഷൂ വരച്ച് കൊടുക്കണോ? ഞാൻ അതോ അഭിപ്രായം എഴുതണോ? ഞാൻ അഭിപ്രായം എഴുതി. അത് പിന്നെ ഫയൽ മുക്കുന്നു, കാണാതാവുന്നു, whatever it is. പിന്നീട് ഞാൻ അറിഞ്ഞു, ഞാൻ പോയതിന് ശേഷം അത് ചെയ്യുകയും ചെയ്തു. എൻ്റെ ചോദ്യം ഇതാണ്, ആ ഗോപികയെ പോലെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ അടുത്ത റൗണ്ടിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളെല്ലാം വരുന്നത്? അവർക്ക് IATA സർട്ടിഫിക്കേഷൻ ഇല്ലാത്തൊരു കോഴ്സാണ് അവർ പഠിക്കുന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. നമ്മളൊരു മനസാക്ഷി കുത്ത് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇത് കണ്ടുപിടിക്കുന്ന അസ്യൂം ചെയ്തിട്ട് മുൻകൂട്ടി
ഞാൻ അതേ വകുപ്പിൽ വീണ്ടും ചാർജിൽ വന്നല്ലോ. ചാർജ് വന്നപ്പോൾ ഒരാഴ്ചത്തേക്ക് കഷ്ടി ചാർജ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ പേടിച്ചു പോയത് ഞാൻ ആ ഫയൽസ് വല്ലതും പൊക്കെയാണ്. പകയൊന്നും ഞാൻ നോക്കാം അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവർ വിചാരിച്ച എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും പറഞ്ഞ് എന്നെ അവിടെ നിന്ന് മാറ്റാം, അങ്ങനെ വല്ലതും ആയിരിക്കും വിചാരിച്ചത്. എനിക്കറിയില്ല, എനിക്കത് ഊഹിക്കാനല്ലേ അറിയുള്ളൂ എന്താണ് ആ സമയത്തെ പ്രകോപനമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്ര സിമ്പിളും അല്ല. കാരണം ഇതിന് മുമ്പേ സെറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. കാരണം ഇത് ഏതാനും മാസങ്ങൾ പുള്ളി അവിടെ നിന്ന് പോകുന്ന ഓഗസ്റ്റിലോ മറ്റോ പോകുന്നതിന് മുമ്പാണ് ഈ വ്യാജ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. വെടി വെച്ചത് പിന്നീടാണെന്നേ ഉള്ളൂ. പക്ഷെ അത്ര ജസ്റ്റ് ഇമാജിൻ എന്ത് ക്രൂക്കഡായിട്ടാണ് ആലോചിക്കുന്നത് എന്ന്. അപ്പം പിന്നീട് പലരും പറഞ്ഞറിഞ്ഞു ഇത് ആദ്യമായിട്ടുള്ള കേസൊന്നും അല്ല, എത്രയോ പേരെ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് ഞാൻ കോഴിക്കോട് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ് അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് ജോലി തുടങ്ങുന്നത്, ട്രെയിനിങ് ആദ്യം. അപ്പോൾ അന്ന് ട്രെയിനിങ് സമയത്ത് എനിക്ക് തന്ന ഉപദേശം, അത് ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വലിയ കാര്യമായിട്ട് ഉപദേശിച്ചൊരു സാധനമാണ് നമ്മൾ ഈ പണി കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഫസ്റ്റ് ടാസ്ക് അതായിരുന്നു. മറന്നു സത്യമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും കുറച്ച് നേരത്തേക്ക് നമുക്കൊരു നീരസം തോന്നിയാൽ പോലും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വിടില്ലേ, ഒന്നും കാര്യമില്ല എന്നുള്ളൊരു ഇത് വരില്ലേ. കാലം കഴിയും തോറും നമ്മളതങ്ങ് ഫൊർഗെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുമല്ലോ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിടരുത്. അപ്പോൾ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൽ ഇങ്ങനെ എഴുതി വെക്കണമെന്ന്. എന്നിട്ട് അത് എപ്പോഴാണോ ചാൻസ് കിട്ടുന്നത് അപ്പം എഴുതി വെച്ച പേരാണ്. അതെ, അങ്ങനെ സ്വന്തം പേര് എഴുതി. അപ്പോൾ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് ആഴക്കടലെന്നും പറഞ്ഞ് അവിടെ ഒരാൾ വന്ന് താഴെ കമൻ്റ് അടിച്ചാൽ ഹൂ ഇസ് ദാറ്റ് എന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? അതോട് ബന്ധപ്പെട്ടൊരു 509 കേസും കൂടി സാറിൻ്റെ പേരിൽ ഉണ്ടായിരുന്നല്ലേ അല്ലേ? ആ മാത്രം ഒരു ചാനലിലുള്ള ഇല്ലല്ലോ, ഞാൻ കൊടുത്ത കേസുകളേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് കൊടുത്ത കേസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങോട്ട് കേസുണ്ട്. വേറൊരു കേസല്ലേ, മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ കേസല്ലേ? ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ആഴക്കടൽ വിഷയം കത്തിച്ച് എങ്ങനെ ശ്രദ്ധ ഈ ഒറിജിനൽ ഗവൺമെൻറ് എഗ്രിമെൻറ്റിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വെക്കുക. ഓക്കെ, അതിൽ എളുപ്പമുണ്ട്. കാരണം വർഷങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കളക്ടർ ആവുന്നതിന് മുമ്പ് ശ്രീ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്റർ ആവുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ PS ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹമായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധവും എനിക്ക് രാഷ്ട്രീയമോ ഒന്നുമില്ല. ഇൻഫാക്ട് രമേശ് സാറിൻ്റെ PS ആയിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്ത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആളാണ് ഞാനെന്നും പറഞ്ഞിട്ട് വാർത്ത വരെ അടിച്ചു വന്നു. അതായത് എന്താണ് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. കാരണം ഞാൻ കണ്ണൂരുകാരനാണ്. ഞാൻ ഇവിടെ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ SFIയുടെ ഇതായിരുന്നു മെമ്പറൊന്നുമല്ല, ഞാൻ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പത്രത്തിൽ അടിച്ചു വന്നത്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, പിണറായിയുടെ നോമിനി ഹോം മിനിസ്റ്ററുടെ PS. അല്ല, ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെ നാട്ടിലുള്ളൊരു പ്രശ്നം വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചാപ്പ് കുത്തി അതാത് സമയത്ത് ആ കോണ്ടെക്സ്റ്റിന് പറ്റിയ ഒരു ചാപ്പയും കുത്തും. ഇത് ഏത് കാലത്താണെന്നും കൂടെ ആലോചിക്കണേ. 2013 മറ്റുമാണ്, 13-14 ഉള്ള പീരീഡ്. അന്ന് രമേശ് സാർ എന്നെ അവിടെ നിർബന്ധിച്ചു കൊണ്ട് ഇരുത്തിയതും കൂടെയാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ശരിക്കും നെക്സ്റ്റ് വീക്ക് ഞാൻ എറണാകുളം കളക്ടറായിട്ട് അടുത്ത ക്യാബിനറ്റിൽ പോകുന്നു എന്നും പറഞ്ഞ് പേപ്പേഴ്സും ഇതൊക്കെ മൂവ് ചെയ്യുന്നത്. അന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാം പോവുകയാണ്, അത് എറണാകുളത്തേക്ക് തന്നെയാണെന്നും എല്ലാം അറിയാവുന്ന സമയം. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് ഇദ്ദേഹം ഹോം മിനിസ്റ്റർ ആവുന്നതും. അപ്പോൾ ഞാൻ എറണാകുളത്ത് വേറൊരു പ്രോഗ്രാമിന് ഇവിടെ നിൽക്കുമ്പോഴാണ് സാറ് വിളിച്ചിട്ട് പറയുന്നത്, പ്രശാന്ത് എന്നാ ട്രിവാൻഡ്രം വരുന്ന അത്യാവശ്യമായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ വരുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വേറെ 1-2 കോൾസ് വന്നപ്പോഴാണ് മനസ്സിലായത് സാറ് നോട്ട് കൊടുത്തു എന്നെ ആവശ്യപ്പെട്ടുകൊണ്ടെന്നും. സാറിന് വളരെ പ്രൊഫഷണലായിട്ട് ആ ഓഫീസ് കൈകാര്യം ചെയ്യണമെന്ന് വളരെ നിർബന്ധമായിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ അത്യാവശ്യം കശ്മലിനും സ്ട്രിക്റ്റ് ആണെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ രാഷ്ട്രീയം ആരെയും അറിയില്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെ ഡീൽ ചെയ്യുമെന്ന്
അദ്ദേഹത്തിന് അറിയാം, സേഫ് ആയിരിക്കും. അറിയാലോ ആ സമയത്ത് CMൻ്റെ ഓഫീസിലും കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്, പേഴ്സണൽ സ്റ്റാഫ് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള. അപ്പോൾ ഇത് വാട്ടർ ടൈറ്റായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്ന ഒരാളെ വേണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് സാർ അങ്ങനെ തന്നെ പറയുന്നത്. സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞൊരു സർവീസിലൊക്കെ വരുന്ന സമയത്തും ഒരു ക്യാരക്ടറിലോ അല്ലെങ്കിൽ മോഡസ് ഓപ്പറാൻഡിലോ ഒരു ചേഞ്ചസും വരുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു പ്രശാന്ത് എൻ പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു രീതിയിൽ തന്നെ പോകും. ഗവൺമെൻറ്റിൽ വന്നിട്ട് ഇപ്പോൾ 19ാമത്തെ വർഷമാണ്. 19 വർഷമായിട്ട് നമ്മൾ മാറാൻ മാറില്ല എന്ന് പറഞ്ഞാൽ ഫോർ ദ ഗുഡ്, നല്ല കാര്യങ്ങൾ വേണ്ട നമ്മൾ തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്നാണ് സസ്പെൻഷൻ കഴിഞ്ഞ് കളക്ടർ എൻ പ്രശാന്ത് വളരെ തിരിച്ചു വരുന്നു വേറൊരു വ്യക്തിയായിട്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ, ഇട കൊടുക്കാതെ. വിവാദം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചിട്ട് പല്ല് തേച്ച് കുളിച്ച് എല്ലാത്തിനും ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങണം. അങ്ങനെയാണെങ്കിൽ ഒരു വിവാദവും ഉണ്ടാവില്ല. ഇല്ല അങ്ങനെയാണെങ്കിൽ മാസത്തിൽ 5 ദിവസം മാത്രം ജോലിക്ക് വന്നു പോകുന്ന ഡോക്ടർ ജയതിലകിന് വിവാദം ഉണ്ടാവത്തില്ലായിരുന്നോ? ഒന്നും ഉണ്ടായില്ലല്ലോ. അതങ്ങനെ ഉണ്ടാകത്തൊന്നുമില്ല. സാറിൻ്റെ കാര്യങ്ങളിൽ എനിക്ക് വിവാദം ഉണ്ടാവും. ഒന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്, വിവാദം ഉണ്ടാവാനുള്ള കാര്യങ്ങളുണ്ട്. 2 സാറിൻ്റെ ഈ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വേർഡ്സ്, സ്മൈലീസ്. ഒരു കേസ് ഉണ്ടായത് ഒരു സ്മൈലിയുടെ പുറത്ത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോഴത് സ്മൈലിയാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കാം, ഈ സ്മൈലി വിട്ട ആൾക്കാർ ഈ സ്മൈലി വിട്ട് മനുഷ്യനൊരു കളിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും. ലീഗലി എനിക്ക് ഉള്ള അവകാശങ്ങളാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും സ്മൈലി ഇടുന്നത്, ഇതൊക്കെ എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലേ? ഈ ആൾക്കാരെ തൃപ്തിപ്പെടുത്തണ്ടേ? എനിക്കൊരു പേഴ്സണലി പരാതി തോന്നിയിട്ടുള്ളൊരു വിഷയം, പരാതിയല്ല, എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ പോസ്റ്റിലിരിക്കുമ്പോഴാണ്. ഇപ്പോൾ സാറ് വന്ന പോസ്റ്റിൽ അത് ആവശ്യമില്ല, പക്ഷേ കളക്ടറായിരിക്കുമ്പോൾ സാറെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. എനിക്കും ആ പരാതി ഉണ്ടായിരുന്നു. കാരണം ഞാൻ വിളിച്ച സമയത്ത് ഫോൺ എടുത്തൊക്കെ ഗൺമാനാണ്. ഫോർ മീ ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ്. കാരണം ഞാൻ കരിയർ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷത്തിനിടയ്ക്ക് ചീഫ് സെക്രട്ടറിയും എല്ലാവരെയും ഫോണിൽ വിളിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ CMനെ ഉൾപ്പെടെ. CM ആയിരിക്കുമ്പോൾ അല്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് വിളിച്ച് മിസ് കോൾ കണ്ട് അദ്ദേഹം തിരിച്ചു വിളിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശമ്പളം തരുന്നത് പണിയെടുക്കാനാണെന്നാണ്. എനിക്ക് എൻ്റെ പണിയെപ്പറ്റി, എൻ്റെ ജോലിയെപ്പറ്റി കുറച്ച് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ ഒരു കളക്ടറായിരിക്കുമ്പോൾ കളക്ടറുടെ പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എനിക്ക് അന്നത്തെ ഡിസിഷൻസ് ഉണ്ടാവും, ഫയൽസ് ഡിസ്പോസ് ചെയ്യാനുണ്ടാവും, മീറ്റിങ്സ് പലതും വെക്കുന്നത് നമ്മൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. മീറ്റിങ്ങിൽ വന്ന് ചായയും കൂടിയും ആയിട്ട് പോകാനാണെങ്കിൽ അവിടെ അതിൻ്റെ ഇടയിൽ ഫോണും എടുക്കാം, എന്ത് പണ്ടാനം വേണമെങ്കിലും ചെയ്യാം. ഞാൻ എൻ്റെ മനസ്സ് അതിൽ അർപ്പിക്കും. ഞാൻ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഫോൺ എടുക്കാറില്ല. നമ്മൾ ഈ പറയില്ല ഭക്ഷണം കഴിക്കാൻ നേരം മാറ്റി വെക്കണമെന്ന്. എനിക്ക് ആ മീറ്റിങ്ങിൽ നിന്ന് റിസൾട്ട് വേണം. റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നതുകൊണ്ട് പറയാം, ഞാനിപ്പോൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ഞാൻ 2 കക്ഷികളുടെയും ഭാഗം കേൾക്കും. ഏത് ഭാഗം ഞാൻ കൊടുക്കും എന്നുള്ളത് 2ാമത്തെ വിഷയമാണ്. പക്ഷേ ഞാൻ കേൾക്കും. അത് കേട്ട ശേഷമാണ് ഞാൻ വാർത്തയുടെ ക്യാരക്ടർ തീരുമാനിക്കും. അപ്പോൾ അത് കേൾക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗം ചോദിക്കാനായിരിക്കും നമ്മൾ കളക്ടറെ വിളിക്കുന്നത്. അപ്പോൾ ഒബിയസ്ലി ആ ഭാഗം ബ്ലാങ്കായി പോകും. ശരി, ഞാൻ ഒന്നുകൂടെ കൂടുതൽ പറയട്ടെ. ഞാൻ ഈ സർക്കാരിൻ്റെ ഭാഗം പറയാൻ വേണ്ടി ആണ് ശമ്പളം കൊടുത്തിട്ട് നമ്മളവിടെ ഒരു പബ്ലിക് റിലേഷൻസിൻ്റെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയാളെ പണിയാണിത്. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ അവരെയാണ് സത്യത്തിൽ കോൺടാക്ട്. നമ്മളൊരു കമ്പനി, നമ്മൾ യു ഷുഡ് തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് എ CEO. ഒരു കമ്പനിയുടെ CEO ഉണ്ടെന്ന് വിചാരിച്ചോ, CEO ആണോ എല്ലാ ദിവസവും ഇടപെടുക? അല്ല, അതിനൊരു PRO വെച്ചിട്ടുണ്ടാവും. ആ PRO ആണ് ഇടപെടുക. CEO മീറ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി അത്രേ ഉണ്ടാവുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ജേർണലിസ്റ്റുകളെ ഉൾപ്പെടെ വഷളാക്കി വെച്ചിരിക്കുക. നിങ്ങൾ വലിയ നല്ലത് പറയുന്നു, വലിയ നല്ല കാര്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, അത്രയ്ക്ക് പോലും അവർക്ക് പണിയിൽ ആത്മാർത്ഥതയില്ല. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നെപ്പറ്റി ആരെന്ത് പറയും എന്നുള്ള ചിന്തയാണ്. ഞാനങ്ങനെ പറയുള്ളൂ. കാരണം ഈ ഒബ്സസ്ഡ്, നമ്മൾ മീഡിയ കവറേജ് എന്താണെന്ന് ഒബ്സസ്ഡ് ആകുമ്പോഴാണ്. അല്ല, അവരെ ബൈറ്റ് എടുക്കാനല്ല, അവരുടെ റിയാക്ഷൻ എടുക്കാനോ അല്ല നമ്മൾ വിളിക്കുന്നത്. അല്ല, അതിനല്ല. നമ്മൾ ചില
ചിലപ്പോൾ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കാനായിരിക്കും. നമ്മൾ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരൊരു അവർക്കൊരു കാര്യം പറയുക. ഗവൺമെൻറ്റിൽ എന്നല്ല എല്ലായിടത്തും വർക്ക് നമ്മളൊരു ജോലി കാണുമ്പോൾ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് രണ്ട് കാര്യം, ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമുണ്ട്, എമർജൻസി എന്ന് പറയുന്ന കാര്യമുണ്ട്. അർജൻറ്റും ഇമ്പോർട്ടൻറ്റും രണ്ടാണ്. അർജൻ്റ് ആണെങ്കിൽ അർജൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും ഫോൺ പാസ് ഓൺ ചെയ്യും. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മാറ്റി വെക്കാനും പറ്റും. നമുക്ക് ഇത് നല്ലൊരു രസമുള്ള കഥ. എൻ്റെ ജർമ്മനിയിൽ എൻ്റെ ബാച്ച്മേറ്റ് അല്ല, ആക്ച്വലി ജൂനിയറാണ്. IFSൽ നമ്മളൊരു ജൂനിയറുണ്ട്. അപ്പം ഞാൻ ബെർലിനിൽ ഒഫീഷ്യൽ ഇതിന് പോയതായിരുന്നു. അപ്പോൾ പുള്ളി പറയായിരുന്നു, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജർമ്മനിയിൽ പോകുന്നു എന്നൊരു സന്ദേശം ഒരു വെള്ളിയാഴ്ച അവിടെ എത്തുകയാണ്, ഫാക്സ് എത്തുകയാണ്. അപ്പോൾ തൊട്ട് ഭയങ്കര ബഹളമാണ്. ഡൽഹിയിൽ നിന്ന് വിളിയോട് വിളി, എംബസിയിൽ ഇവിടെ വിളിക്കുന്നു, പറയുന്നു എന്തായി, മറ്റേത് കൺഫർമേഷൻ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണം. പക്ഷേ ജർമ്മനിയിൽ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ബിയറടിച്ച് പോകാനുള്ള സമയമായി. ഉച്ചയാകുമ്പോഴേക്ക് പൂട്ടി, കടയടച്ചു. ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച ഇല്ല. പക്ഷേ ഡൽഹിയിൽ നിന്ന് വിളിയോട് വിളി, കാരണം ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. തിങ്കളാഴ്ച ഇവർ കടയൊക്കെ തുറന്ന് ഓഫീസൊക്കെ സെറ്റായതിന് ശേഷം കൃത്യമായി മറുപടിയും കറക്റ്റായിട്ടുള്ള സാധനം എല്ലാം പോയി. വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് അവർക്കറിയാം, വാട്ട് ഈസ് അർജൻറ്റ് ആ ഡിഫറൻസിയേഷൻ അറിയാം. നമ്മൾ ഈ വെപ്രാളവും ഇതുമൊക്കെ കാണിക്കുന്ന ഇമ്പോർട്ടൻസ്, ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഫോൺ വന്ന ഉടനെ ചാടി എണീക്കുക, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് അർജൻറ്റ്, എമർജൻസി ഇല്ല. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പലരുടെയും വണ്ടികൾ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ ഈവൻ ഈ റെഡ് ലൈറ്റും ഇതുമൊക്കെ വന്ന സമയത്ത് നമ്മുടെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് എന്തുമാത്രം വികലമാണെന്നുള്ളതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. സുപ്രീം കോടതി വരെ ഈ വിഷയം പരിഗണിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, ഈ ലാൽബത്തി കൾച്ചർ മാറ്റണം, ഇത് എടുത്തു കളയണം എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെയായി. എന്നിട്ട് അവസാനം തീരുമാനം എന്തായെന്ന് അറിയാം, ലാൽബത്തി എടുത്തു കളയണം, വലിയ ആൾക്കാർക്ക് ആവാമെന്ന്. അപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതി, പിന്നെ ചീഫ് സെക്രട്ടറി, അങ്ങനെ വലിയ അപ്പോൾ നിങ്ങൾ സത്യത്തിൽ സമ്മതിക്കുകയാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസിന് വേണ്ടിയാണെന്ന് നിങ്ങൾ അറിയാതെ സമ്മതിക്കുകയാണ്. ഇത് ലൈറ്റൊക്കെ വേണ്ടുന്നത് ആംബുലൻസിനും എമർജൻസിക്ക് പോകുന്ന വണ്ടികൾക്കും മാത്രമാണ്. ഇത് ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി ഇത് വെക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു അശ്ലീലമാണ്. അത് ചില കേസിൽ ഇമ്പോർട്ടൻ്റും ആവില്ല, എമർജൻസി ഉണ്ടാവില്ല, പക്ഷേ ഈ ലൈറ്റ് ഇട്ട് പോവുകയും ചെയ്യും, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാറുമുണ്ട്. ആക്ച്വലി ഇതിലെന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഈ VVIP കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതൊരു ഡിസ്ക്രിമിനേഷനാണ്. കാരണം ഏറ്റവും കൂടുതൽ പ്രിവിലേജസ് കൊടുക്കേണ്ട ഇവിടുത്തെ വോട്ടേഴ്സിനാണ്, ഇവിടെ സിറ്റിസണാണ്, അല്ലേ? ജനങ്ങൾക്കാണ് എല്ലാവിധ പ്രിവിലേജസും കൊടുക്കേണ്ടത്. അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ്, ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അവിടെ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരു 5 മിനിറ്റ് എൻ്റെ ശ്രദ്ധ അതിൽ നിന്ന് മാറിയിട്ട് തിരിച്ച് വരുമ്പോഴായിരിക്കും മിക്കവാറും അത് കുളമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പരിഹാരത്തിൻ്റെ വക്കത്ത് മിക്കവാറും കോൺഫ്ലിക്റ്റുകൾ റിസോൾവ് ചെയ്യണം. അതൊക്കെ ഒരു എഫേർട്ടഡ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് പോയി എന്ന് പറയും. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും കോൾസ് ഒന്നും ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് എത്രയോ ജേർണലിസ്റ്റുകൾ പിണങ്ങിയിട്ടുണ്ട്. പരാതി പറഞ്ഞതല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത 2 വർഷവും 2-3 തവണ പത്രസമ്മേളനമൊക്കെ ആയപ്പോഴേക്കും ഒരു ദുർബല നിമിഷത്തിൽ നമ്മളൊരു കുന്നംകുളം പെട്ടു. Chapter 4. A chapter with endless stories.